എന്താ കാണിക്കുന്നേ? അപ്പം എന്താണ് ചിക്കൻ? ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് കള്ളിപ്പെണ്ണേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറ. കേട്ടോ, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ കൊച്ച്. ആദ്യക്കുട്ടി രാവിലെ എണീറ്റിട്ടുണ്ടപ്പം രാവിലെ ആദ്യക്കുട്ടി എണീറ്റ് കഴിയുമ്പം അച്ഛനും ആദ്യക്കുട്ടിയും കൂടെ ഭയങ്കര കളിയാണ്. രാവിലെ ആ എണീറ്റ് വരുമ്പോൾ നല്ല മൂഡായിരിക്കും. അപ്പം ഭയങ്കര ചിരിയും കളിയായിരിക്കും. പിന്നെ ശംഭുചേട്ടൻ്റെ മുഖത്തെല്ലാമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ച് അടിച്ചുകയും മാന്തുകയും പിച്ചുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആദ്യക്കുട്ടി. നമ്മുടെ റൂമിലിട്ടിരുന്ന കട്ടിലിപ്പോൾ എടുത്ത് മാറ്റി വേറെ ഒരു റൂമിലോട്ടാക്കിയിട്ടുണ്ട്. ബെഡ് മാത്രമാണ് ഇപ്പം നമ്മുടെ റൂമിലിട്ടേക്കുന്നത്. കാരണം ആദ്യക്കുട്ടിയെ നമുക്ക് വിശ്വസിച്ച് കിടത്താൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ ആദ്യക്കുട്ടി ആയിരിക്കും ആദ്യം എണീക്കുന്നത്. ഞാൻ രാവിലെ ഫ്രഷൊക്കെ വന്നപ്പോഴത്തേക്കിനും പിന്നെ ആദ്യക്കുട്ടി എന്നെ കണ്ടുകൊണ്ട് ഭയങ്കര ചിരിയായി. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി കാണും. നല്ല വെട്ടമൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞാനാണെങ്കിൽ ഓണം പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ആ ജമന്തിയുടെ അരി എടുത്തിട്ട് പാകിയതായിരുന്നു കേട്ടോ. അപ്പം അത് കിളിച്ചിട്ടുണ്ട്. ഞാൻ ശംഭുചേട്ടനുള്ള ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ പൊടിയൊന്നും ഇല്ല, ഇത് കട്ടനാണ്. ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ ഏതൊക്കെയിടാണ്. അപ്പോൾ ചൂട് കട്ടൻ വേണമെന്ന് പറയും. അപ്പോൾ ഇന്നും അതുപോലെ പറഞ്ഞപ്പോൾ ഞാനൊരു ചൂട് കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുവാണ്. കോഫി ചേട്ടായി കോഫി. ഓ എന്താണ് എന്താണ് ആദ്യക്കുട്ട എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യക്കുട്ടി എൻ്റെ കൂടെ ഇങ്ങ് വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട്. ഞാൻ ആദ്യക്കുട്ടിയെ ക്യാമറയുടെ ഫ്രണ്ട് വെച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ. അപ്പം മാവുണ്ട്. അപ്പം മാവും പിന്നെ ആദ്യക്കുട്ടിക്ക് രാവിലെ ഒരു മുട്ട കൊടുക്കും. ഒരെണ്ണം ഫുള്ളൊന്നും കഴിക്കത്തില്ല, ഇച്ചിരി കഴിക്കും. അപ്പോൾ ആ മുട്ട പുഴുങ്ങാനിടണം. പിന്നെ കറി, മീൻകറി ഉണ്ട്. കേര കിട്ടിയായിരുന്നു, അപ്പം വെള്ളക്കേര ഉണ്ട്. ആ കേരയുടെ കറി ഇരിപ്പുണ്ട്. അപ്പം അപ്പവും കേരക്കറിയാണ് രാവിലെ ആദ്യക്കുട്ടിക്കും, അപ്പവും മുട്ടയും. ഞാനൊരു സ്റ്റൗവിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. ആദ്യക്കുട്ടി അവിടെ വാക്കല്ലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യക്കുട്ടി എന്തുവാ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഞാനാണെങ്കിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കല്ലപ്പമാണ് ചുടുന്നത്. ഇത് നമ്മുടെ ദോശക്കല്ലാണ്. അപ്പച്ചട്ടിയിൽ നിന്ന് എന്തോ അപ്പം ഇളകി വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ദോശക്കല്ലെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ തലേന്നത്തെ കേരക്കറിയും നല്ല അടിപൊളി അപ്പം. ആദ്യക്കുട്ടാ ആദ്യക്കുട്ടി ഓടാ നിങ്ങൾ. ആദ്യക്കുട്ടിയെ ഞാനിങ്ങനെ അപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് അപ്പം കഴിക്കും, പിന്നെ ഓടിപ്പോവും, വീണ്ടും വരും കഴിക്കാൻ, ഓടിപ്പോവും. ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കുവാണ് എന്നെ. അപ്പം ഞാനിങ്ങനെ അപ്പമൊക്കെ കൊടുത്തിങ്ങനെ. ആദ്യക്കുട്ടാ എന്താണ് അപ്പം? സൂപ്പറാണോ? ഞാൻ കഴിക്കാനിരുന്നപ്പോൾ ആദ്യക്കുട്ടിക്ക് ഞാൻ ഇച്ചിരി പിച്ചി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുട്ട ആദ്യക്കുട്ടിക്ക് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. അപ്പം ഞാനൊരപ്പം കൊടുക്കും, എന്നിട്ട് ഇച്ചിരി മുട്ട കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ ക്രിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഫോണിലോട്ടും ഒക്കെ നോക്കാം. എന്ത് കാണിക്കുന്നേ? ആദ്യക്കുട്ടിയുടെ ഇപ്പോഴത്തെ പണിയാണ് വാക്കറിനകത്തിൽ ഇങ്ങനെ ഇരിക്കുക, അതുപോലെ തന്നെ വാക്കറിൻ്റെ മണ്ടയ്ക്കൂടെ പിടിച്ച് കയറുക. ഇതൊക്കെയാണ് ആദ്യക്കുട്ടിയുടെ പണികൾ. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആദ്യക്കുട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് തോത്തുന്ന ഭയങ്കര ദേഷ്യമാണ്. കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമാണ്. കുളി കഴിഞ്ഞ് ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും പാലൊക്കെ കുടിച്ചിട്ട് ആദ്യക്കുട്ടി നല്ലൊരു ഉറക്കത്തിലോട്ട് പോകും. എന്നിട്ട് ആണ് ഞങ്ങള് എന്തുവാ അച്ഛൻ എന്തേ? അച്ഛൻ എന്തേ? എന്തേ അച്ഛൻ?
ചെക്കൻ? ഏതാ ഈ ചെക്കൻ? ആദ്യക്കുട്ട ആരേത്? ആദ്യക്കുട്ടീനെ ഡ്രസ്സൊക്കെ ഇടിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറും. ഒരു മൂത്രമൊഴിപ്പ് കഴിയുമ്പോഴത്തേക്കിന് ഈ ഡ്രസ്സൊക്കെ മാറും. ആദ്യക്കുട്ടി കട്ടിൽ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടൊക്കെ തൊട്ട് കൈയിരിക്കുന്ന ആനയ്ക്ക് കാലില്ല, ചെണ്ടയില്ല, തലയും തള്ളി പൊളിച്ച് വെച്ചേക്കുക. ഒന്നുമില്ല ആനയ്ക്ക്. വെറുതെ എന്തിനോ കൊട്ടുന്നൊരാനയാണ്. ആദ്യക്കുട്ടിയെ വാക്കുകളെടുത്തിട്ട് ഞാനൊരു അവിയലിനുള്ള പരിപാടിയൊക്കെ തുടങ്ങുമായിരുന്നു. പച്ചക്കറിയൊക്കെ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം കൂടെ ഒന്നുകൂടെ കഴുകി വാരി എടുക്കുവാണ്. അപ്പോൾ പിന്നെ അരിയാനൊക്കെ തുടങ്ങി. ആദ്യക്കുട്ടിക്ക് അവിയലും സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാളെ എന്തുവാണെന്നറിയത്തില്ല, ഇപ്പം ഇഷ്ടമാണ്, ആൾ കഴിച്ചോളും. കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബഹളം വെച്ചിട്ട് അവിടെ വന്ന് ഇരിപ്പുണ്ട്. ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, അതാണ് ഇത്ര ബഹളം വെക്കുന്നത്. പിന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ, ഉടുപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈർച്ചകളും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ആളെ വീണ്ടും കൊണ്ട് മാറ്റി ആളുടെ കണ്ണും പിരിവൊക്കെ എഴുതി ആളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് വീണ്ടും വന്ന് പച്ചക്കറി അരിയുമായിരുന്നു. ഇത് നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അവിയൽ ഉണ്ടാക്കുന്നതാണ്. എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല, കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ള അവിയലിന് ക്യാരറ്റും കിഴങ്ങുമാണ്. ആദ്യക്കുട്ടിയെ ഞാൻ ഒന്ന് പോയി നോക്കിയതാണ്. നമ്മുടെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആദ്യക്കുട്ടിയെ, എന്നാലും ഞാനൊന്ന് അടുത്തൊന്ന് നോക്കിയതാണ്. അപ്പം നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചട്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ കൂടുതലും ചട്ടികളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചട്ടികളും ദോശ ഇടാനാണെങ്കിലും ഒക്കെ ഇരുമ്പിൻ്റെ. പിന്നെ ഈ ചട്ടികൾ, ഇരുമ്പിൻ്റെ പാത്രങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്ന് കൊണ്ടുവരും. അപ്പം നമ്മുടെ അവിയൽ ഇങ്ങനെ തിളച്ചോന്നൊക്കെ നോക്കി ഇടയ്ക്ക്, ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കയറി അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ അവിയലിന് ഏകദേശം ഒരു നല്ല തിള വന്നപ്പോഴത്തേക്കിന് ഞാനാണെങ്കിൽ എടുത്ത് വെച്ചിരുന്ന ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അവിയലിനകത്തിലോട്ട് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുവാണ്. ഇനിയിപ്പം ആ തക്കാളി ഇതിനകത്ത് കിടന്ന് വെന്തോളും. ആദ്യമേ ഇടുമ്പോൾ ഓവറായിട്ട് വേവത്തില്ല. അപ്പോൾ പിന്നെ പകുതിയൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേവിൽ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ അവിയൽ സെറ്റായപ്പോഴത്തേക്കിന് ഞാൻ അരപ്പെടുത്ത് വെച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് വെച്ചേക്കുവാണ്. നമ്മുടെ അവിയൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ആദ്യക്കുട്ടി എണീറ്റ് കരച്ചിൽ തുടങ്ങി. കരച്ചിൽ കേട്ട് ഞാൻ വന്ന ക്യാമറയൊക്കെ കണ്ടപ്പോൾ കരയണോ വേണ്ട എന്നൊരു സംശയം. ആദ്യക്കുട്ടിയെ വീണ്ടും ചില്ലാക്കിയിട്ട് വാക്കറിലിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൊഞ്ച് പൊളിക്കാൻ വന്നതാണ്. കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല കൊഞ്ചായിരുന്നു. അപ്പം കൊഞ്ചിൻ്റെ നാരും അതും ഇതുമൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചട്ടി വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യക്കുട്ടിക്ക് വറുത്തമീൻ ഇഷ്ടം. അപ്പം ഞാനാണെങ്കിൽ കേര ഉണ്ടായിരുന്നു, കേര വറക്കാനും വെച്ചു. അപ്പം നമ്മുടെ കൊഞ്ച് വെന്ത് വന്നപ്പോഴേക്കും അതിനകത്തിൽ പച്ചക്കറികളെല്ലാം ചേർത്തു, അരപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ കൂടുതലായിട്ടും. പക്ഷെ ബാക്കിയുള്ള ഓയിൽ യൂസ് ചെയ്യും, പക്ഷെ കൂടുതലായിട്ടും ഒലിവ് ഓയിൽ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഉച്ചയായി. പിന്നെ ശമ്പചേട്ടൻ വന്നു, ആദ്യക്കുട്ടിക്ക് ചോറ് കൊടുത്തു. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇങ്ങനെ വലിയ തിരക്കില്ലാതെ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യക്കുട്ടിക്കാണെങ്കിൽ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വെള്ളം കൂടിയാണ് ആദ്യക്കുട്ടി. അപ്പോൾ ആ ബോട്ടിൽ തനിയെ പിടിച്ച് വെച്ച് ആൾ കുടിക്കുകയൊക്കെ ചെയ്യും. തനിയെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യക്കുട്ടി.